വെറും 4 വയസ്സുള്ള കൊച്ചുകുട്ടികളെപ്പോലും ലൈംഗികമായി പീഡിപ്പിക്കുന്ന RSS ഭ്രാന്ത് നമ്മുടെ കേരളത്തിൽ വീണ്ടും ഒരു യുവാവിൻ്റെ ജീവൻ കൂടി എടുത്തിരിക്കുക. കഴിഞ്ഞ ദിവസമാണ് കോട്ടയത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ അനന്തു എന്ന 26-കാരൻ RSSകാരുടെ ലൈംഗിക പീഡനത്തിൽ മനംനൊന്ത് സ്വയം ജീവനൊടുക്കുന്നത്. 4-ാം വയസ്സിൽ തുടങ്ങിയ RSS നേതാക്കളുടെ ലൈംഗിക പീഡനം തന്നെ കടുത്ത മാനസിക രോഗിയാക്കിയെന്നും അനന്തു വേദനയോടെ തൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തുന്നു. അമ്പലപ്പറമ്പിലെ RSS ശാഖയിലേക്ക് തന്നെ ആദ്യം കൊണ്ടുചെല്ലുന്നത് തൻ്റെ പിതാവാണെന്നും അനന്തു തൻ്റെ മരണക്കുറിപ്പിൽ വേദനയോടെ ഓർക്കുന്നു. അനന്തു തന്നെ മരണത്തിനു മുൻപ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ച കുറിപ്പിലെ ഓരോ വാചകവും സ്വന്തം മക്കളെ RSS ശാഖയിലേക്ക് അയക്കുന്ന മാതാപിതാക്കൾക്കുള്ള ഓർമ്മപ്പെടുത്തലാണ്. മരണത്തിന് തൊട്ടു മുൻപ് എഴുതി വെച്ച കുറിപ്പിൽ അനന്തു ഇങ്ങനെ കുറിച്ചു: RSS എന്ന സംഘടനയിലുള്ള പലരിൽ നിന്നും എനിക്ക് സെക്ഷൽ അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. എന്നെ RSS ക്യാമ്പിൽ വച്ചും ഒരാൾ സെക്ഷലി യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും വെറുപ്പുള്ളൊരു സംഘടന വേറെയില്ല. ഞാനതിൽ വർഷങ്ങളോളം പ്രവർത്തിച്ച ഒരാളായതുകൊണ്ട് എനിക്ക് നന്നായി അറിയാം. തൻ്റെ ആത്മഹത്യാക്കുറിപ്പ് വായിക്കുന്നവർക്കും RSS ശാഖയിലേക്ക് മക്കളെ അയക്കുന്ന മാതാപിതാക്കൾക്കും ചില മുന്നറിയിപ്പുകൾ കൂടി അനന്തു നൽകുന്നുണ്ട് തൻ്റെ മരണക്കുറിപ്പിൽ. ഒരുപക്ഷെ അവന് പറയാനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇതായിരിക്കും. അത് ഇങ്ങനെയാണ്: ലൈഫിൽ ഒരിക്കലും ഒരു RSSകാരനെ നിങ്ങൾ ഫ്രണ്ട് ആക്കരുത്. നോട്ട് ഓൺലി ഫ്രണ്ട്, നിങ്ങളുടെ അച്ഛനാണെങ്കിലും ബ്രദറാണെങ്കിലും നിങ്ങളുടെ മകനാണെങ്കിൽ പോലും അവരെ ലൈഫിൽ നിന്നും ഒഴിവാക്കുക. അത്രയ്ക്ക് വിഷം കൊണ്ടു നടക്കുന്നവരാണ് RSSകാർ. RSSൽ വർഷങ്ങളോളം പ്രവർത്തിച്ച ITC OTC ക്യാമ്പുകളിൽ പങ്കെടുത്ത അനന്തുവിനെയാണ് ഈ കൊലയാളി സംഘം തുടർച്ചയായ ലൈംഗിക പീഡനത്തിലൂടെ മരണത്തിലേക്ക് തള്ളിവിട്ടത്. സ്വന്തം കൂട്ടത്തിലെ ഒരു സ്വയം സേവകൻ്റെ മകനെ, കുഞ്ഞുനാളിൽ തന്നെ സംഘത്തിൽ ചേർന്ന ഒരു കുരുന്നിനെ ഇത്ര ഭീകരമായി ലൈംഗികമായി പീഡിപ്പിച്ച് മരണത്തിലേക്ക് RSSകാർ തള്ളിവിട്ടെങ്കിൽ അവരുടെ മനസ്സിലെ വൈകൃതവും വിഷവും എത്ര ഭീകരമായിരിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഭഗൽപൂരിലും ഗുജറാത്തിലും നെല്ലിയിലും ബോംബെയിലുമൊക്കെ കലാപങ്ങൾ സൃഷ്ടിച്ച് കുരുന്നുകളെ പോലും കൊന്നുതള്ളിയ RSS ഒരു വേട്ട സംഘമാണ്. ഇരകൾക്കായി വലവിരിച്ച് കാത്തിരിക്കുന്ന ചോരക്കൊതിയന്മാരുടെ സംഘം. ആ സംഘത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞയച്ചാൽ രണ്ടാണു ഫലം. ഒന്ന്, അവർ ചിലപ്പോൾ 4-ാം വയസ്സിൽ അനന്തുവിനെ പീഡിപ്പിച്ച RSS നേതാവിനെ പോലെ ഒരു റേപ്പിസ്റ്റായി മാറാം. അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയും അനന്തുവിനെ പോലെ ഒരു മുഴം കയറിൽ തൻ്റെ ജീവൻ ഒടുക്കിയേക്കാം. ഈ ഭീകര സംഘത്തെയാണ് പ്രത്യേക നാണയമിറക്കി മോദിയും കൂട്ടരും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ആദരിച്ചത്. തിരിച്ചറിയുക, കുഞ്ഞുങ്ങളെപ്പോലും ലൈംഗിക വൈകൃതങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭീകര സംഘടനയുടെ പേരാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന RSS.